മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ ഇപ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്ന പരമ്പരയാണ് മഴതോരും മുൻപേ. പരമ്പര ആരംഭിച്ച അന്നു മുതൽ റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെയാണ് പരമ്പരയുടെ സ്ഥാനമുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥയും കഥാപശ്ചാത്തലവും തന്നെയാണ് ഇതിൻ്റെ എല്ലാം തന്നെ കാരണം. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ ഏറ്റവും റേറ്റിംഗിൽ മുൻപിൽ നിൽക്കുന്നതും അതുപോലെ അത്രയധികം ആരാധകരുമുള്ളതുമായ ഒരു പരമ്പര തന്നെയാണ് മഴതോരും മുൻപേ. ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മഴതോരും മുൻപേ പരമ്പരയിലെ അലീന എന്ന നായികയുടെ യഥാർത്ഥ അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ. എല്ലാവരും ഒടുവിൽ ഇതായി സ്റ്റാലിൻ ജോസഫ് എന്ന അലീനയുടെ അച്ഛൻ്റെ കഥാപാത്രം പരമ്പരയിലേക്ക് രംഗപ്രവേശനം നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതാ സ്റ്റാലിൻ ജോസഫ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ചാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടുതൽ അറിയേണ്ടത്. മലയാള സിനിമാ നടനായ അദ്ദേഹം സന്തോഷ് കീഴാറ്റൂരാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം തന്നെ. തളിപ്പറമ്പിനടുത്ത കീഴാറ്റൂരാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. 1976 ഫെബ്രുവരി 4 അദ്ദേഹത്തിൻ്റെ ജനനം. 2007 പുറത്തിറങ്ങിയ മിന്നുകെട്ട് എന്ന മലയാള പരമ്പരയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. അതിനു മുൻപ് സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ തന്നെയും അദ്ദേഹം നാടക നടനായിട്ടും എഴുത്തുകാരനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 2007 അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കാനുള്ള അവസരം അദ്ദേഹത്തിന് തേടിയെത്തിയത്. പിന്നീട് ദേവി മഹാത്മ്യം, ആദിപരാശക്തി, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള സീരിയലുകളിലും വേഷമിട്ടു. ദ ഫ്രെയിം, സ്ട്രീറ്റ് തുടങ്ങിയ ഷോർട്ട് ഫിലിമുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കിയത് 2 സിനിമകളാണ്. ഒന്ന് നടൻ ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്ദനും നായകനായി എത്തിയിട്ടുള്ള വിക്രമാദിത്യൻ എന്ന സിനിമയാണ്. ഈ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. അതിലുപരി പുലിമുരുകൻ എന്ന സിനിമയിൽ മുരുകൻ്റെ അച്ഛനായിട്ടും എത്തിയത് ഇദ്ദേഹം തന്നെയായിരുന്നു. പിന്നീട് ഒരുപാട് മികച്ച സിനിമകളിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദിലീപ് നായകനായ ഇവൻ മര്യാദരാമൻ, നിവിൻ പോളി നായകനായ ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയിലും ഒന്നാം ലോക മഹായുദ്ധം എന്നും എപ്പോഴും വർഷം എന്നിങ്ങനെയുള്ള ഒത്തിരി സിനിമകളിലാണ് അദ്ദേഹം വേഷമണിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ അടുത്തിടെ അദ്ദേഹം അത്ര സിനിമകളൊന്നും തന്നെ സജീവമല്ലായിരുന്നു. ഇപ്പോൾ ഇതാ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അഭിനയ രംഗത്തേക്ക് തന്നെ ചുവടുവെച്ചിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ. ഒരാഴ്ച മുൻപാണ് പരമ്പരയിൽ അലീനയുടെ അച്ഛൻ വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരെ തേടിയെത്തിയത്. എന്നാൽ അന്ന് അച്ഛൻ്റെ കഥാപാത്രത്തെ ആരായിരിക്കും അവതരിപ്പിക്കുക എന്ന ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ എല്ലാവരും. ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒടുവിലാണ് അത് സന്തോഷ് കീഴാറ്റൂർ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഭാര്യയും ഒരു മകനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫായി പ്രേക്ഷകരും അദ്ദേഹത്തെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു.